ആളുകളൊക്കെ സമസ്തക്കാർക്ക് അറിയാം. ഷജറ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതേപോലെ സുഹാബി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഞാൻ കഴിയാതെ മംഗലാപുരത്തെ പാകിസ്ഥാൻ ആരോഹണ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യന് അള്ളാഹു നൽകിയ ആദ്യത്തെ വിലക്ക്, ആദ്യത്തെ താക്കീത് മരത്തെക്കുറിച്ചായിരുന്നു, ഷജറയെ കുറിച്ചായിരുന്നു. നിങ്ങൾ ആ മരങ്ങളെ അടുക്കരുത് എന്നാണ് ആദ്യം സ്വർഗത്തിൽ മനുഷ്യനെ പടച്ചപ്പോ അള്ളാഹു പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഷജറ എന്ന് പറയുന്നത് അത് വലിയ വടവൃക്ഷം പോലെ വളരുന്നതും ആഴത്തിൽ വേരുന്നതും മനോഹരമായ കായ്കനികൾ ഉണ്ടാക്കുന്നതും മാത്രമല്ല, അടുത്തു പോയാൽ മനുഷ്യൻ അപകടം ഉണ്ടാക്കുന്നതും ഷജറയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ആ ആദ്യത്തെ താക്കീതിന്റെ അർത്ഥം എന്ന് ഞാൻ മംഗലാപുരത്തെ പാകിസ്ഥാനോഹരണ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോ പറയുകയില്ല. ഞാനിപ്പോ ഓർത്തു പോവുകയാണ്. ഈ സുഹാബി നേതാവ് എന്ന് പറയുന്നത് എന്താ, ബഷീർ വള്ളിക്കോത്തോ എന്തോ പറയുന്ന ചങ്ങായിന്റെ കാസർഗോഡ് ഭാഗത്തില്. പിന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാവ്, ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയുമായ ചെർക്കുളം അബ്ദുള്ള സാഹിബിന്റെ അനുസ്മരണ ചടങ്ങിലാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ചെർക്കുളം അബ്ദുള്ള സാഹിബൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമനെ ഇതുവരെ ഒരു നുള്ളി നോവിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെയുള്ളൊരു മഹാവ്യക്തിത്വത്തിന്റെ അനുസ്മരണ പ്രഭാഷണത്തിലാണ് ബഷീർ വള്ളിക്കോത്ത് എന്ന് പറയുന്ന ഈ സുഹാബി സമസ്തയെയും അതിന്റെ നേതാക്കളെയും അതിന്റെ ആശയങ്ങളെയും വളരെ മോശമായി പൊതുസമൂഹത്തിന്റെ ഇടയിലിട്ട് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ ഒരു ആയത്തൊക്കെ എടുത്തിട്ടാണ് ഈ ചങ്ങായി പ്രസംഗിക്കുന്നത്. എന്താണ് ഇവർക്കൊക്കെ സംഭവിച്ചത്? അദ്ദേഹം പറയുന്നത് ഷജറകളോട് നിങ്ങൾ അടുക്കരുത് എന്നാണ്. ആരാണ് ഈ ഷജറകൾ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനം, അതിന്റെ മുഷാവറ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കുന്നവർക്കാണ് ഇവര് ഓമന പേരിട്ടിരിക്കുന്നത് എന്ത്, ഷജറ എന്ന്. ഈ ബഷീർ വള്ളിക്കോത്തിന്റെ ലീലാവിലാസങ്ങളൊന്നും ഇപ്പോ അവരെ പോലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നാട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതല്ലല്ലോ പണി. നമ്മളെ ആദർശം, നമ്മളെ സമസ്ത, നമ്മളെ നേതാക്കന്മാർ നമ്മളെ അതല്ല പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ലീലാവിലാസം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലും ഇതിലൊക്കെ തെരഞ്ഞ കിട്ടും. ഇതിനു മുമ്പൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ യൂട്യൂബിലൊക്കെ നടന്ന് കളിച്ചിരുന്നതാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇവര് SMF വേദികളിലും, സമസ്തന്റെ SMF എന്ന് പറയുന്ന ഒരു മഹാസംവിധാനത്തിനെ സമസ്തയിൽ നിന്നും അടർത്തിയെടുത്ത് അതിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയവൽക്കരിച്ച് ഇങ്ങനെയുള്ള മാടമ്പികൾക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട് സ്റ്റേജിൽ പ്രസംഗിപ്പിക്കുന്നത്. നമ്മളെ ഇടയിൽ സമസ്തക്കാരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് സുഹാബി, പിന്നെ ലോക്കൽ പണ്ഡിതന്മാരുണ്ട്, ലോക്കൽ അല്ലെങ്കിൽ കൊട്ടാര പണ്ഡിതന്മാർ, അവരെ പറ്റി പറയുന്നത്. അവരാണ് ഇവർക്ക് വളമ വെച്ചു കൊടുക്കുന്നത്, ഏണി വെച്ചു കൊടുക്കുന്നത് ഇവരാണ്, ഇവരെ പോലെയുള്ള പണ്ഡിതന്മാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലീലാവിലാസം ഒന്നും നമുക്ക് ആർക്കും പഠിപ്പിച്ചു തരാം, യൂട്യൂബിൽ തെരഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ളൊരു മാന്യതയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ നേതാക്കളെയും ഷജറ എന്ന ഖുർആനിലെ ഒരു ആയത്തൊക്കെ ഓതിയിട്ട് അർത്ഥം വെച്ചിട്ട് ഷജറകളോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നൊക്കെ പറയാനുള്ളത്. ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇവരൊക്കെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെയും ചിലപ്പോൾ SMF നേതാക്കളായിരിക്കും. പക്ഷേ നമ്മൾ ചരിത്രം, പാരമ്പര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യം എടുത്തു ബഹുമാനപ്പെട്ട ചെർക്കുളം അബ്ദുള്ള സാഹിബിന്റെ അനുസ്മരണ പ്രഭാഷണമാണ് അദ്ദേഹം നടത്തുന്നത്. ചെർക്കുളം അബ്ദുള്ള സാഹിബ് ഒന്നും ഇതുവരെ സമസ്തനൊന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ ഇവരൊക്കെ പറയുന്നത് അദ്ദേഹത്തെ പറ്റിയല്ല പറയേണ്ടത്. എന്നാ മൂപ്പര് സമസ്തയായിട്ടുള്ള ബന്ധങ്ങൾ പറയാം. അവിടെ വെച്ചുകൊണ്ട് ഷജറ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ തീരുമാനം അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തെ തേജോവധം പൊതുസമൂഹത്തിന്റെ ഇടയിലിട്ടിട്ട് വേണ്ടാത്ത വിഷയങ്ങൾ പറയാം. ഇവരൊക്കെ ഒരു പക്ക രാഷ്ട്രീയക്കാരാ. ഇപ്പൊ KM ഷാജി എന്നാലും പറഞ്ഞില്ലേ, വഫിയ സംവിധാനമൊക്കെ ഒറ്റടിക്കാൻ ചവിട്ടിമറിച്ചാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറഞ്ഞങ്ങനെ കയറി. ഇപ്പൊ KM ഷാജി പ്രസംഗിക്കണേ നമ്മളെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലേ, നിങ്ങൾ കണ്ടതാണ്. ഇവർക്കൊക്കെ 2, 3, 5 വർഷം ഈ CICന്റെ ബാക്കിൽ നിന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയം അവിടെ അവസാനിപ്പിക്കണം. അക്കീം വൈസിനോടും അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന പ്രസിഡന്റിനോടൊക്കെ അനവധി പറഞ്ഞതാണ്. പക്ഷേ പല സഹി കെട്ടിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവർക്കെതിരെ ആക്ഷൻ എടുത്തത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നിട്ട് ഈ KM ഷാജിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സ്റ്റേജുമ കെട്ടിയിട്ട് പ്രസംഗിക്കാണ് ഒറ്റയടിക്ക് വഫിയ സംവിധാനം എന്നാണ്. അങ്ങനെയുള്ള സംവിധാനം ഒറ്റയടിക്ക് ചവിട്ടിമറിച്ചാൻ പറ്റുമോ? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? 4-5 വർഷം ഇവരെ പറ്റി പഠിച്ച് പലവട്ടം താക്കീത് കൊടുത്ത്, ഹൈദരലി തങ്ങൾ പാപ്പ അടക്കം താക്കീത് കൊടുത്തിട്ട് നിരക്കാത്ത, അത് സമ്മതിക്കാത്ത വിഷയം വന്നപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനം എടുത്തത്. അതെല്ലാവർക്കും വന്നുകൊണ്ട് ഒറ്റയടിക്കാൻ ചുട്ടുമറിച്ചാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ ഈ ബഷീർ വള്ളിക്കോത്ത്, ജബ്ബാർ രാജു പോലെയുള്ള കുറെ രാജുമാരെ തലപ്പത്ത് വെക്കും ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മേലിൽ കുതിര കയറാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ സമസ്ത മക്കൾ നിങ്ങളെ വെറുതെ വിടും, നിങ്ങൾ കരുതണ്ട. കാരണം മനസ്സിലായി, നിങ്ങൾക്കൊരു പണിയുണ്ട്.
നിങ്ങൾക്ക് ജനങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിച്ച് തന്നത് ഇവിടെ വഫിയ പിന്നെ ഒറ്റടിക്ക് ചവിട്ടിമറിച്ചൽ പറയാനോ അതല്ലെങ്കിൽ ബഷീർ വള്ളിക്കോത്തിനെ പോലെയുള്ളത് ഖുർആന്റെ ആയത്ത് ദുരുപയോഗം ചെയ്തിട്ട് ആദീസും ആയത്ത് മോദിയിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മേത്തേക്ക് കുതിര കയറാൻ അല്ലെങ്കിൽ നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും മുട്ടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സമുദായ പാർട്ടിയായിട്ടിൽ പിന്നെ നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. നിങ്ങൾക്കൊരു പണിയുണ്ട്, റോഡും പാലം ഉണ്ടാക്കി കൊടുക്കുക. രാഷ്ട്രീയക്കാർക്ക് ഒരു പണിയുണ്ടല്ലോ, പണ്ഡിതന്മാരെ പണി ഇവിടെ പണ്ഡിതന്മാർ എടുക്കുന്നുണ്ട്, അത് ശരിക്കും എടുക്കുന്നുണ്ട്. അതുപോലും മതത്തിന്റെ കാര്യം പറയും. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ രൂപീകരിച്ചിരിക്കുന്നത് വഹാബിസം പുത്തനാശക്കാരെ എതിർക്കാനാണ്. അത് ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും സുന്നത്ത് ജമാഅത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എടുത്തു പുറത്തുകിടും. എടുത്തു പുറത്തുകിട്ട ചരിത്രങ്ങളില്ലേ? പ്രസിഡന്റിന്റെ അടക്കം എടുത്തു പുറത്തുകിട്ട ചരിത്രങ്ങളില്ലേ? വേണ്ടി വന്നാൽ സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും എതിരെ വരുന്ന ഏത് കൊലകൊമ്പനായാലും ഏത് വലിയ നേതാവായാലും എടുത്തു പുറത്തുകിട തന്നെ ചെയ്യും. അതിന് ആരും സർട്ടിഫിക്കറ്റ് വേണ്ട, ഇവിടെ രാഷ്ട്രീയ പാർട്ടിന്റെ ആരും സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷേ ഈ സമുദായ പാർട്ടിന്റെ പേരും പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ അനുസ്മരണ പ്രഭാഷണം നടക്കുന്ന വേദിയിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളില്ല ആളുകൾ വന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിന്റെ നേതാക്കളെയും കുതിര കയറാൻ നിന്നാൽ അത് സമസ്തന്റെ മക്കൾ വെറുതെ വിടും, നിങ്ങൾ കരുതണ്ട. ഇപ്പൊ കുറെ ആൾക്കാരുണ്ടല്ലോ, ഈ നളന്ത ടീം, അബ്ദുൽ സമദ് കൂട്ടൂർ, അങ്ങനെ കുറെ ടീം ഉണ്ടല്ലോ. ഇപ്പൊ ഷെയ്ഖുൻ ആലിക്കുട്ടി ഉസ്താദിന്റെ അനുസ്മരണം നടന്നിട്ടോ എന്താ പരിപാടി, സുന്നിമാനിലെ അവിടെ ഇവിടെ നട ബമ്പ പരിപാടികളാണ്. ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് നവറല്ലാഹു മർക്കദ, മഹാനവറുകൾ ജീവിച്ച കാലഘട്ടത്തിൽ മഹാനവറുകളെ അംഗീകരിക്കാത്ത ഈ ടീമാണ് അനുസ്മരണം നടത്തുന്നത്. അനുസ്മരണം നടത്തുക. അപ്പോ ഞമ്മക്ക് പറയാനുള്ളത്, പണ്ട് നാട്ടികൾ മുസ്ലിം എല്ലാ മീനും വിസർജിക്കാൻ മാന്തലിന്റെ മുകളിലാണ്. പണ്ട് നാട്ടിൽ ഉസ്താദ് നവറല്ലാഹു മർക്കദ ചില പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ എന്ത് വിഷയം ഉണ്ടാകുമ്പോഴൊന്നും ഒന്നും കാര്യബോധം അറിയാതെ ഇങ്ങനെയുള്ള നേതാക്കന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ മേത്തേക്ക് കുതിര കയറുക, അത് നടക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഏൽപ്പിച്ച പണിയുണ്ട്, അത് നിങ്ങൾ എടുക്കുക. പിന്നെ കുറെ മാലികൾ ഇപ്പോ പിന്നെ കർണാടക ഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഖാദിയായി. അപ്പൊ ഞമ്മക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സയ്യിദ് ഹയ്യ തങ്ങൾ പണ്ഡിതനുമാണ്, പിന്നെ ഒരു സൂഫി വര്യനുമാണ്, പിന്നെ നേതാവാണ്. മൂപ്പര് റഷീദിയ അറബി കോളേജിൽ വഫി ഉണ്ട്, അതിന്റെ പിന്നെ പഠനാരംഭത്തിന് പോണു. മൂപ്പര് വഫിന്റെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കിന്റെ മക്കൾക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ കാസർഗോഡ് സമസ്തന്റെ ആശയങ്ങളെ അനുസരിച്ച് പോകുന്ന മഹല്ലുകൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റൂല, സമസ്തനെ അംഗീകരിക്കാത്തൊരു നേതാവ് ഞങ്ങളെ മഹലിന്റെ ഖാദിയാക്കാൻ പറ്റൂല. ഞങ്ങളെ മഹലിന്റെ ഖാദി സമസ്ത കേരള ജമിയത്തുൽ ഉലമനെ അംഗീകരിക്കുന്ന ഏത് നേതാവാരും ഞങ്ങൾ അംഗീകരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം സയ്യിദുൽ ഉലമ മതി. അത് സമസ്ത പറഞ്ഞതല്ല, സയ്യിദുൽ ഉലമ പറഞ്ഞതുമല്ല. സയ്യിദുൽ ഉലമനോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴും സയ്യിദുൽ ഉലമ പലവട്ടം നിരസിച്ചിട്ടാണ്, വേണ്ട എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നിരസിച്ച വിഷയ. എന്നിട്ട് കുറച്ച് ആൾക്കാർ, കുറച്ച് ഈ സുഹാബികളും നളന്തകളും എന്താ പ്രചരിപ്പിക്കുന്നത്, സയ്യിദുൽ ഉലമ അവിടെ കർണാടകയിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാണ്, അധികാരമോഹി എന്നൊക്കെ പറഞ്ഞിട്ട്. സയ്യിദുൽ ഉലമന്റെ അടുത്ത് കാലിന്റെ ചോട്ടിൽ വന്ന് പറഞ്ഞിട്ടും എനിക്ക് വേണ്ട, എനിക്ക് പറ്റൂല, എനിക്ക് ഇവിടുന്ന് വന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റൂല, നിങ്ങൾ വന്ന് നിങ്ങൾ ഖാദി ആയാൽ മതി, ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം തന്നാൽ മതി, നിങ്ങൾ അവിടെ ആഴ്ചയിൽ ഒരു വട്ടം വരുന്നു വേണ്ട, അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് സയ്യിദുൽ ഉലമനെ. അവിടെയുള്ള ജനങ്ങൾ സമസ്തനെ അംഗീകരിക്കാത്ത ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആരെങ്കിലും സയ്യിദ് ഹയ്യ തങ്ങളെ ഞങ്ങൾ എതിർക്കാൻ വന്നിക്കണം. മഹാനാണ്, പണ്ഡിതനാണ്, എല്ലാവർക്കും സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ സമസ്തന്റെ മുഷാവറ തീരുമാനം അംഗീകരിക്കാത്ത ഒരാളെ ഖാദിയായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞത് ഞങ്ങളല്ല പറയുന്നത്, അതിന്റെ സമസ്തന്റെ മുഷാവറ അംഗങ്ങളല്ല പറയുന്നത്, അവിടെയുള്ള സമസ്തന്റെ ആളുകളാണ്, സമസ്തന്റെ അനുയായികളെ പറയുന്നത്. അതിന് സയ്യിദുൽ ഉലമന്റെയും അല്ലെങ്കിൽ സമസ്തന്റെയും ഷജറകളെയും തലമ കരിക്കാൻ എന്താ കാര്യം? സമുദായത്തിന്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, സമുദായത്തിനെ ഭിന്നിപ്പിക്കുക, ഇതാണ് ഇവിടെ ലക്ഷ്യം. ഈ 89 കാലഘട്ടത്തിലും ബാഹ്യ ശക്തികൾ സമസ്ത പിളർപ്പിന് പിന്നെ ബാഹ്യശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞില്ല. അതേപോലെ തന്നെ ഇപ്പോഴും സയ്യിദുൽ ഉലമ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ടല്ലോ, അല്ലെ? വേറൊരാളുണ്ട്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങളീ പെട്ട കൊട്ടാര പണ്ഡിതന്മാരുണ്ട്, ഓലൊക്കെ അന്ന് സംഘടനയിൽ നിൽക്കുമ്പോൾ ഈ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ പോലെയുള്ള നളന്ത നേതാക്കന്മാരില്ല സമയത്താണ് ഈ ജബ്ബാറാജിനടുത്ത് പുറത്ത് കിട്ടത്. എന്തിനായിരുന്നു എന്ന് നളന്ത നേതാക്കന്മാരോട് നിങ്ങൾ തന്നെ പോയിട്ട് ചോദിച്ചു നോക്കി. പിന്നിപ്പോ മൂപ്പര ഉള്ളിക്കന്നെ എടുത്തിന്, ഞങ്ങളേക്കല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ഉള്ളിക്കല്ല, ഈ നളന്തയ്ക്ക് പിന്നിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ പണി എന്താണ്? ആ എടവണ്ണപ്പാറ ആ ഭാഗത്തുള്ള മഹല്ലിൽ മുഴുവൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് വിക്കായന്റെ മക്കളെ മേലിൽ കള്ളക്കേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കൊടുത്തിട്ട് ഫിത്തർ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെ? എല്ലാ മഹല്ലിനെയും വിളിച്ചിട്ട് ഇയാൾക്കൊരു പണി ഉണ്ടല്ലോ, രാഷ്ട്രീയ പണിയില്ല, അത് അയാൾക്ക് അതെടുത്ത് പോയപ്പോൾ ഇനിയിപ്പോ അതപ്പുറം റബീഉൽ അവ്വലാണ് കുത്തിത്തിരിപ്പ് നടത്തിക്കണം. ഇപ്പൊ മിഞ്ഞാന്നെന്തൊരു യോഗം കൂടി കുത്തിത്തിരിപ്പ് നടത്തിക്കണം. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.